സയൻസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട 6 വയസ്സുകാരുടെ അച്ഛനും മുത്തച്ഛനും കുത്തേറ്റ സംഭവത്തിൽ പ്രതി പിടിയിൽ. കേസിൽ വിചാരണ കോടതി വെറുതെ വിട്ട അർജുന്റെ ബന്ധുവായ പാൽരാജിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ആറു വയസ്സുകാരിയെ പീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തിയ പെൺകുട്ടിയുടെ പിതാവും മുത്തച്ഛനും വണ്ടിപ്പെരിയാർ ധർമ്മവാലിയിൽ ഒരു മരണച്ചടങ്ങിന് പോകവെ വണ്ടിപ്പെരിയാർ പശുമല ജംഗ്ഷനിൽ വെച്ച് കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കപ്പെട്ട അർജുനന്റെ പിതൃസഹോദരൻ പാൽരാജ് എന്നയാൾ ഇവരെ അശ്ലീലാംഗം കാണിക്കുകയും അസഭ്യം പറയുകയുമായിരുന്നു. പെൺകുട്ടിയുടെ അമ്മാവനും പിതാവും ഇത് ചോദ്യം ചെയ്തതാണ് വാക്കേറ്റത്തിലും ആക്രമണത്തിലും കലാശിച്ചത്. ഇരുകൂട്ടരും തമ്മിലുണ്ടായ തർക്കത്തിനിടെ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് പാൽരാജ് പെൺകുട്ടിയുടെ പിതാവിനെയും മുത്തച്ഛനെയും കുത്തുകയായിരുന്നു. ആക്രമണത്തിൽ പെൺകുട്ടിയുടെ പിതാവിന് 2 കാലുകൾക്കും നെഞ്ചിലും മുത്തച്ഛന്റെ കൈക്കും സാരമായ പരിക്കേറ്റു. ഒന്നും தெரியாது நடந்த சம்பவம் என்னைய இப்படியெல்லாம் சித்திரவதை செஞ்சா நான் சுடுதண்ணியை கோரி ஒழிச்சு தானே வெளியே சாடனேன்னு 4 வருஷமா அந்த பிள்ளாவன் கூட பேசாது. இதெல்லாம் மறைச்சு வச்சுட்டான் தெரியுமா? நான் சாப்பிட்டு சாப்பிட்டு ஒரு நேரத்தை ஆகாரம் தான் குடிச்சிருக்கேன். நான் என் பிள்ளைய நினைச்சு ஆளுகிறேன். ஒரு நாள் கூட நாங்க உறங்க மாட்டோம். என் பிள்ளையோட நாங்களும் ஏதோ அவளை நினைச்சு 14 வருஷம் கழிச்சு பிறந்த பிள்ளைடா. 14 வருஷம் கழிச்சு பிறந்த பிள்ளையா வாக்கோ அவன் கொண்டா. വണ്ടിപ്പെരിയാർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ഇരുവരെയും വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ആക്രമണത്തിന് ശേഷം പാൽരാജ് CPM ഓഫീസിലേക്ക് എത്തിയെന്ന് പെൺകുട്ടിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു. വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. നിലവിൽ പ്രതി പാൽരാജ് പോലീസ് കസ്റ്റഡിയിലാണ്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായ കുട്ടിയുടെ പിതാവിനെതിരായ ആക്രമണത്തിൽ പോലീസിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അക്രമത്തിന് പോലീസ് കൂട്ടുനിൽക്കുന്നു. പ്രതിയെ വെറുതെ വിട്ടിട്ടും ഇരയുടെ കുടുംബത്തെ വേട്ടയാടുന്നത് ദൗർഭാഗ്യകരമാണെന്നും